ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ആർക്കും വേണ്ടാത്ത ഒരു ഫോണിൻ്റെ വീഡിയോ ആണ്. ഒരുപാട് പേരോട് പല വീഡിയോയിൽ ഞാൻ ചോദിച്ചു, ഈ ഫോണിൻ്റെ വീഡിയോ വേണോ, ഇതെൻ്റെ കയ്യിലുണ്ട്, കുറേ നാളെ ഉപയോഗിക്കുന്ന നേരം നമ്മുടെ കയ്യിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്, വേണോ എന്ന് ചോദിച്ചു. ഒരു കമൻറ്റ് പോലും കണ്ടില്ല വീഡിയോയിൽ, എപ്പോഴത്തേക്കും കണ്ടില്ല. ലാസ്റ്റ് കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയിൽ ഒന്ന് രണ്ട് കമൻറ്റുകൾ കണ്ടു. എന്തായാലും ചേട്ടൻ്റെ കയ്യിൽ ഇരിക്കുന്നതല്ലേ, ഒരു വീഡിയോ ഇടൂ, നമുക്കൊന്ന് അറിയാമല്ലോ എന്താണിതെന്നുള്ള കാര്യം. അങ്ങനെയുള്ള ഒന്ന് രണ്ട് കമൻറ്റ് വന്നു. സോ എന്തായാലും ഇടാമെന്ന് വിചാരിച്ചു. എന്നാലും എനിക്കും ഇത് ഇഷ്ടമായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് വേണോ എന്ന് നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരുന്നത്. സത്യത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലെങ്കിൽ നമ്മളങ്ങ് എടുത്തിടും. പക്ഷേ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല, അതുകൊണ്ടാണ് നമ്മളത് മാറ്റി വെച്ചുകൊണ്ടിരുന്നത്. എന്തായാലും പിക്സൽ 9 Pro ഫോൾഡ് എന്ന് പറയുന്ന ഈ ഫോണിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. എന്താണിത് ഇങ്ങനെ ആരും മൈൻഡ് ചെയ്യാതിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാനിത് പറയുന്നത് ആർക്കും വേണ്ടാത്തതെന്ന് പറയാൻ കാരണം അങ്ങനെ ആരും ആവശ്യപ്പെടാത്തതുകൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് ഇത് മോശം ഫോണാണെന്നോ അല്ല. പക്ഷേ എനിക്കിഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ ഒന്ന് ചുമ്മാ ഒരു ഡിസ്കഷൻ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ചുമ്മാ ഒന്നറിയാം. ആദ്യം തന്നെ എനിക്കിതിൽ ഇഷ്ടപ്പെടാത്ത പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം, എന്തുകൊണ്ടാണ് ഞാനിതിനെ ഒട്ടും മൈൻഡ് ചെയ്യാതെ മാറ്റിയിട്ടതെന്നുള്ളത്. ഒന്നാമത്തെ മെയിൻ കാരണം ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനാണ്. ഇത്രയും ഡെഡ് സ്പേസ്, അതായത് ഇത്രയും ബെസിൽസ്, ഇത്രയും ബോർഡർ വെറുതെ കളഞ്ഞുകൊണ്ടുള്ളൊരു ഡിസൈൻ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണാമെന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ആക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയില്ല. ഇത് അൺബോക്സ് ചെയ്ത് കയ്യിലോട്ട് എടുത്ത വഴിക്ക് തന്നെ, ഇങ്ങനെ കണ്ട വഴിക്ക് തന്നെ എന്തോ അത് എന്ന രീതിയിൽ തോന്നി. ആ തോന്നലിൽ നിർത്തിയതാണ്. പിന്നീട് ഇത് അങ്ങോട്ട് ഉപയോഗിക്കലൊന്നും ഉണ്ടായില്ല. പക്ഷേ ഞാൻ എൻ്റെ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തോട്ടെ, ഞാനിത് ഉപയോഗിക്കാനുള്ളൊരു തീരുമാനമൊക്കെ എടുത്തതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ ആപ്ലിക്കേഷനുകളൊക്കെ ഒരുപാട് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് സ്റ്റോക്ക് ആൻഡോടാണ്, പിന്നെ പരസ്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ ഞാൻ എല്ലാ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാനൊക്കെ തീരുമാനിച്ചു. ബട്ട് സ്റ്റിൽ എനിക്ക് പറ്റിയില്ല. ഈ ഒരു ഫ്രണ്ട് ഡിസൈനൊക്കെ കണ്ട് പിന്നെ ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ചുള്ള ധാരണ എല്ലാം കൂടി ആയപ്പോൾ വേണ്ടാന്ന് വെച്ചതാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. മോശമൊന്നും അല്ലാട്ടോ ഈ സംഗതി. 6.3 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ, 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഫ്രണ്ടിലിരിക്കുന്നത്. പക്ഷേ അത് ബിസിൽസ് ആണ് അതിൻ്റെ ഒരു ഭംഗി കളഞ്ഞത്. ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 കവർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1800 നിസിന്റെ ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ 2700 നിസ് വരുന്നുണ്ട്. സോ അതൊക്കെ ടോപ്പ് ലെവലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സംഗതിയൊക്കെ സെറ്റാണ്. പക്ഷേ ഇതിൻ്റെ വില കൂടി കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും ഇത് എന്താണ് ഇതെല്ലാവരും മാറ്റിയിട്ടിരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ മനസ്സിലാവുക. തുറന്നു കഴിഞ്ഞാൽ അകത്തും നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്, ക്വാഡ് HD ഡിസ്പ്ലേ ആണ്, നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. പക്ഷേ ഒന്നുമില്ല, ഇതിനും ഈ പറഞ്ഞ പോലെ 2700 നിസിന്റെ ബ്രൈറ്റ്നസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല സൗണ്ട് ക്വാളിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സെറ്റാണ്, ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ആകെ ഈ ഭാഗത്ത് എനിക്ക് ഇഷ്ടപ്പെടാതെ പോയത് ഈ ഒരു ഫ്രണ്ട് ബെസിൽസ് മാത്രമാണ്. ഇതിൻ്റെ അടുത്ത ഒരു പ്രധാന ഘടകം, ഞാനിത് വേണ്ടാന്ന് വെക്കുന്നതിൻ്റെ പ്രധാന ഘടകം, ഒരുപാട് പേരും വേണ്ടാന്ന് വെച്ചതിൻ്റെ ഘടകം അതായിരിക്കാം പെർഫോമൻസ്. ടെൻസർ G4 എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. എന്ന് വെച്ചാൽ ഒരു ഏകദേശം 10-12 ലക്ഷത്തിൻ്റെ ആൻഡ്രോയിഡ് സ്കോറാണ്. ശരിക്കും പറഞ്ഞാൽ 55 രൂപയ്ക്ക് ഇപ്പോൾ നമ്മൾ IQൻ്റെ ഫോണിലൊക്കെ 27 ലക്ഷം, അതായത് 2.7 മില്യൺ ആൻഡ്രോയിഡ് സ്കോർ കിട്ടുന്നൊരവസ്ഥയുണ്ട്. ഇത് 1 മില്യൺ ആണ്. ഇതിൻ്റെ ഡബിളോ അധികമോ പെർഫോമൻസ് ഇതിൻ്റെ 4-1 വിലയ്ക്ക് കിട്ടുമെന്നുള്ളൊരവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ 10 ലക്ഷം ആൻഡ്രോയിഡ് സ്കോർക്ക് 20,000 താഴെയുള്ള ഫോണിൽ തന്നെ കിട്ടും. സോ അത്രയും സെറ്റപ്പുള്ള പെർഫോമൻസ് ഉള്ള ഫോൺ ഇരിക്കുമ്പോഴാണ് ഇത് വന്നിട്ട് ഈ ഒരു വിലയ്ക്ക്. വില എത്രയാണെന്ന് അറിയോ ഇതിൻ്റെ? ഈ ഒരു സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത് 1,80,000 രൂപ റേഞ്ചിലാണ്. വേറെ ഒരു ഫോൾഡ്, സാംസങ്ങിൻ്റെ ഫോൾഡിന് വരെ 1,40,000 ഉള്ളൂ. പോട്ടെ, അതിൻ്റെ 512 GB നിങ്ങൾ എടുത്താൽ പോലും 1,60 വരുള്ളൂ. ഇത് 1,80 റേഞ്ചിലാണ് വില. എന്നിട്ടാണ് ഈ പറയുന്ന 20,000 താഴെയുള്ള ഫോണിൽ കിട്ടുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ 7 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. 7 വർഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇവർ തരും. പക്ഷെ അതുവരെ ഈ പ്രൊസസർ താങ്ങുമെന്നുള്ള കാര്യമാണ്. എന്തായാലും പെർഫോമൻസ് അങ്ങനെയാണ്. എല്ലാം ഒരു ഡീസൻറ്റ് ലെവലിൽ വർക്ക് ചെയ്യും. സാധാരണ യൂസിന് നിങ്ങൾ ആരെങ്കിലും ഇതിൽ കൊണ്ടുപോയി തല വയ്ക്കാമെന്ന് ഞാൻ പറയില്ല, ആരെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സാധാരണ യൂസിനാണെങ്കിൽ മാത്രം നോക്കുക. കാരണം ഈ പറഞ്ഞ 7 വർഷത്തെ അപ്ഡേറ്റ് ഒക്കെ കേട്ടുകൊണ്ട് ചാടിക്കയറേണ്ട. മിനിമം യൂസിനും സാധാരണ യൂസിനൊക്കെ ആണെങ്കിൽ സെറ്റ് ആയിരിക്കും. ഒരുപാട് ഗൂഗിളിൻ്റെതായ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് കിട്ടും. അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കും. സോ ആ പെർഫോമൻസ് ഇത്രയും വലിയൊരു അന്തരം, ആ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായൊരു അന്തരം കണ്ടതുകൊണ്ട് കൂടിയാണ് എനിക്ക് യാതൊരു താല്പര്യവും തോന്നാറുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കും അങ്ങനെ ആവാമല്ലേ. പക്ഷേ ഇവരുടെയൊക്കെ ഫോക്കസ് എന്ന് പറയുന്നത് ഇതിലൊന്നുമല്ല, ക്യാമറയിലാണ് എന്നാണ് പറയുന്നത്. ശരിക്കും ഗൂഗിളിൻ്റെ പിക്സൽ ക്യാമറയ്ക്ക് അവൻ ഗംഭീരം എന്നാണ് പറഞ്ഞു കേൾക്കാറുള്ളത്. സാമ്പിൾസ് കണ്ടു നോക്കിയാൽ മെയിൻ ക്യാമറ, അതേപോലെ അത് ഡയലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫോട്ടോസും നല്ല വീഡിയോസുമാണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നല്ലതല്ലേ. മെയിൻ ക്യാമറ അടിപൊളിയാണ്, വിഷയമൊന്നുമില്ല. സെറ്റപ്പായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും കിട്ടും. പിക്സലിൻ്റെ കാര്യം നമുക്കറിയാം, അവർ തകർത്തിട്ടുണ്ട്. പക്ഷേ സെൽഫി ക്യാമറ എന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് 2 ലക്ഷം, അതായത് 1.80 എന്ന് പറയുമ്പോൾ 2 ലക്ഷത്തിന് അടുത്തെത്തി. ആ റേഞ്ചിൽ വിലയുള്ള ഒരു ഫോണിൻ്റെ സെൽഫി ആയിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് അത്രയ്ക്കൊന്നും തോന്നിയില്ല. അത്രയ്ക്കൊന്നും നല്ലത്. ഇതൊക്കെ ഒരു 50,000 60,000 റേഞ്ചിലുള്ള ഫോണുകളിൽ തന്നെ ധാരാളം ഇതുപോലെ നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്. സോ ക്യാമറയാണ് ഇവരുടെ മെയിൻ എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു സംഭവം കാണണ്ടേ. പക്ഷേ ഇതിലൊരു പ്രത്യേകതയുണ്ട്, നമുക്കിതിങ്ങനെ തുറന്ന് വെച്ചിട്ട് വ്ളോഗ് പോലെ ഈ ഒരു മെയിൻ ക്യാമറ തന്നെ സെൽഫി ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ എടുത്ത ഇമേജ് ഇത് അവിടെ കാണാം. അത് കലക്കനാണ് സെൽഫി, ഒരു രക്ഷയില്ല. മെയിൻ ക്യാമറ പൊളിയാണ്. പക്ഷേ ഇത്രയും വില കൊടുക്കുന്ന ഒരു ഫോണിൽ എല്ലാ ക്യാമറയും നന്നായിരിക്കണ്ടേ. എന്തായാലും മെയിൻ ക്യാമറ കൊള്ളാം.
ഇതൊന്ന് വ്യക്തമായിട്ട് അറിഞ്ഞോളൂ, ആരെങ്കിലും എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ. ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ 2-3 കാര്യങ്ങൾ നെഗറ്റീവായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് പോസിറ്റീവ് ഒന്നും പറയാത്ത എന്താണെന്ന് ചോദിക്കും. പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 7 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഡിസ്പ്ലേയുടെ കാര്യം പറയുമ്പോൾ ഇതിൽ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഇരിക്കുന്നത്, പെർഫോമൻസ് ഡീസൻ്റ് ആണ്, ബ്ലോട്ട് വയേഴ്സ് ഇല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ നല്ല വശങ്ങളാണ്. ബാറ്ററി വലിയ കുഴപ്പമില്ലാണ്ട് ഒരു ദിവസമൊക്കെ എത്തുന്നുണ്ട്. 4650 mAh ബാറ്ററിയൊക്കെയാണ്, കുഴപ്പമില്ല. ചാർജറൊന്നും ബോക്സിൽ കിട്ടില്ല, ചാർജറൊക്കെ വേണമെങ്കിൽ വേറെ വാങ്ങിച്ച് ഉപയോഗിച്ചോളണം. സോ ഓവറോൾ ഈ പറഞ്ഞ 2-3 കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാനിത് ഇഷ്ടപ്പെടാതിരുന്നത്. നിങ്ങളിത് ഇഷ്ടപ്പെടാതിരുന്നതിൻ്റെ കാരണം എന്തുവാ? ഇതിനെക്കുറിച്ച് നല്ലതൊക്കെ ഇനി കൂടുതൽ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഈ അടുത്ത പിക്സൽ ഇവർ ഇറക്കട്ടെ. പിക്സൽ 9 എന്നുള്ളതിന് പറയാം, പിക്സൽ 10 ഫോൾഡൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ലത് പറയാൻ പാകത്തിന് അവർ ഇറക്കുമെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മളിങ്ങനെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് മാത്രം പറയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോകൾ ചെയ്യാറില്ല. പിന്നെ ഇപ്പോൾ എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിതിൻ്റെ നല്ലതും കൂടി പറഞ്ഞിട്ടുണ്ട് എല്ലാ ഭാഗത്തും അല്ലേ. ഡിസൈൻ്റെ ഒരു സംഭവം ഒഴിച്ചാൽ ഡിസ്പ്ലേ നല്ലതാണ്, പെർഫോമൻസ് ഡീസൻ്റ് ആണ്, 7 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഉണ്ട്, ക്യാമറയുടെ മെയിൻ ക്യാമറ നല്ലതാണ്, ബാറ്ററി ഡീസൻ്റ് ആണ്, ഞാൻ നല്ലതും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നെഗറ്റീവ് മാത്രമാണോ പറഞ്ഞതെന്നൊരു തോന്നല്. അങ്ങനെ വിചാരിക്കേണ്ട. ഇതൊരു പിക്സൽ ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സാധാരണ യൂസിന് വേണ്ടി തീർച്ചയായിട്ടും എടുക്കാം. ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫോണുകൾ ഭയങ്കര ഇഷ്ടമൊന്നും അല്ല, പണ്ട് മുതലേ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതാണ്. നിങ്ങൾക്കതൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സെറ്റായിരിക്കും. എൻ്റെ ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, ഞാൻ അങ്ങനെ ഇത് മോശമെന്ന് പറയല്ല. അപ്പോൾ എൻ്റെ അളിയനൊക്കെ പിക്സൽ ഫോണുകൾ ഉപയോഗിക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് ഒരുപാട് പേരുണ്ട്, എനിക്കറിയാം. അവർക്ക് തീർച്ചയായിട്ടും എടുക്കാവുന്നൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഈ വക കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നതിൻ്റെ കാരണങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇത് മോശമായി പോയി എന്നല്ല പറഞ്ഞത്. സോ അപ്പോൾ പിക്സൽ 9 പ്രോ ഫോൾഡിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇനി കൂടുതൽ പറഞ്ഞ് ചളിപ്പിക്കലാവും തോന്നുന്നുണ്ട്. ഇവിടെ നിൽക്കട്ടെ. ഇത്തരത്തിലുള്ള ടൈപ്പ് വേണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. എന്തായാലും വേണമെങ്കിൽ എടുക്കാം കേട്ടോ, മോശമൊന്നുമല്ല. സോ അപ്പോൾ അങ്ങനെയാണ് പിക്സൽ 9 പ്രോ ഫോൾഡിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വേണമെങ്കിൽ ഒരു ലൈക്കൊക്കെ തരാം. ഒപ്പം തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റും ചെയ്യാം. എല്ലാവരും കമൻറ്റ് കൂടി നോക്കുക, എന്നിട്ട് തീരുമാനിക്കുക ഇത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം. കാരണം എൻ്റെ ഒരാളുടെ അഭിപ്രായം മാത്രം കേട്ടുകൊണ്ട് തീരുമാനിക്കരുത്. കമൻറ്റ് തീർച്ചയായിട്ടും എല്ലാവരും ചെക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.